കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു അപേക്ഷ കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് 30/4/2025 ഗസറ്റഡിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതിയായിട്ട് പറഞ്ഞിട്ടുള്ളത് 4/6/2025 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപേക്ഷിക്കേണ്ട കാറ്റഗറി നമ്പർ 62/2025 ആണ്. അപ്പോൾ യോഗ്യതയുള്ള താല്പര്യമുള്ള എല്ലാവരും അപേക്ഷ സമർപ്പിക്കുക. ഇതൊരു സ്പെഷ്യൽ നോട്ടിഫിക്കേഷൻ ആണെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അപേക്ഷിക്കേണ്ട മെത്തേഡ് പറയാം. ഇവിടെ കാണുന്ന ഈ ഒരു കാറ്റഗറി നമ്പറില്ലേ, ഇത് നിങ്ങൾ ഓർത്തിരുന്നേക്കുക. അതിനുശേഷം നിങ്ങൾ കേരള PSCൻ്റെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾ PSCൻ്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം അവിടെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് ഈ ഒരു കാറ്റഗറി നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപേക്ഷിക്കേണ്ട സെയിൽസ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റ് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അപേക്ഷിച്ച് തുടങ്ങാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇനി പറയാൻ പോകുന്ന യോഗ്യത, ഏജ് ലിമിറ്റ്, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ PSCൻ്റെ സൈറ്റിൽ കയറി നിങ്ങൾക്ക് അപേക്ഷിക്കാം. ഇനി നമുക്കിതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കാം. ക്രാഫ്റ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡിലേക്കാണ് പുതിയൊരു അപേക്ഷ ഇപ്പോൾ സെയിൽസ് അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. ഇതിൻ്റെ സാലറി സ്കെയിൽ പറഞ്ഞിട്ടുള്ളത് ഏകദേശം 4500 മുതൽ 7000 രൂപ വരെയാണ് സാലറി പറഞ്ഞിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ സാലറിൻ്റെ കാര്യം നോക്കി നിങ്ങൾക്ക് അപേക്ഷിക്കണോ വേണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. ഒരു ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ കയറി അവിടെ നിന്ന് മുകളിലേക്ക് പോകണം, അങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ താല്പര്യമെങ്കിൽ തീർച്ചയായിട്ടും അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു സ്പെഷ്യൽ നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ SC ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി വിളിച്ചിട്ടുള്ള നോട്ടിഫിക്കേഷനാണ്. SCക്ക് ഒരു ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വേക്കൻസി നിങ്ങൾ പരിഗണിച്ച് അപേക്ഷിക്കാതിരിക്കേണ്ട. യോഗ്യതയുണ്ടെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക. പിന്നെ ഇതിൻ്റെ സാലറിൻ്റെ കാര്യം നിങ്ങൾക്ക് പരിഗണിക്കാം, പക്ഷേ വേക്കൻസി പരിഗണിക്കേണ്ട. കാരണം ഇത് നിലവിൽ എക്സിസ്റ്റൻസിലുള്ള വേക്കൻസിയാണ്. മേ ബി ഒഴിവുകൾ കൂടുവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് താല്പര്യമുള്ളവർ അപേക്ഷ സമർപ്പിക്കുക. ഇനി ഇതിന് അപേക്ഷിക്കേണ്ട മറ്റ് യോഗ്യതകൾ, കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. സോ മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് നോക്കുകയാണെങ്കിൽ ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കും. പക്ഷേ ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമാണ്, SC വിഭാഗത്തിൽ, ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള മെയിൽ ആൺകുട്ടികൾക്ക് മാത്രമാണ്, അതായത് ആണുങ്ങൾക്ക് മാത്രമാണ്, ആൺകുട്ടികൾക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. അപേക്ഷിക്കാനുള്ള പ്രായപരിധിയിലേക്ക് കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ് 18 വയസ്സ് മുതൽ 41 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. 2/1/1984 1/1/2007 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി ഇതിന് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യതയും കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത ഡിഗ്രി വേണം. ഡിഗ്രി ഓഫ് എ റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ കൂടെ എബിലിറ്റി ടു സ്പീക്ക് ആൻഡ് റൈറ്റ് ഇംഗ്ലീഷ് അതുപോലെ തന്നെ ഹിന്ദി ആൻഡ് മലയാളമാണ് പറഞ്ഞിട്ടുള്ളത്. ഇംഗ്ലീഷ് അതുപോലെ തന്നെ ഹിന്ദി, മലയാളം എന്നിവ നിങ്ങൾക്ക് എഴുതാനും വായിക്കുവാനുമുള്ള കഴിവുണ്ടായിരിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ തന്നെ അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 4/6/2025 ആണ്. യോഗ്യതയുള്ള താല്പര്യമുള്ള എല്ലാവരും തന്നെ ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ, അതായത് 62/2025 എന്ന കാറ്റഗറി നമ്പറിലൂടെ PSCൻ്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് അപേക്ഷ സമർപ്പിക്കുക.